ഹലോ, വെൽക്കം ബാക്ക് ടു ജിഞ്ചർ ഹബ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒണിയൻ റിങ്ങാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒണിയൻ റിങ് ഉണ്ടാക്കാനായിട്ട് വലിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ. ഉള്ളി ഇനി ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ഉള്ളിയിൽ നിന്നും ഇതേപോലെ ഓരോ റിങ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ എല്ലാ റിങ്സ് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് മാറ്റി വെച്ച ശേഷം ഒണിയൻ റിങ്സ് നമുക്ക് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ടകളില്ലാതെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇത് ബാറ്റർ ഈ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത്. ഓണിയൻ റിങ്സ് റോൾ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഓണിയൻ റിങ്സ് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള എല്ലാ ഓണിയൻ റിങ്ങും തന്നെ ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇതായപ്പോൾ ഓണിയൻ റിങ്സ് എല്ലാം തന്നെ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഓണിയൻ റിങ്സ് ഫ്രൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാ ഓണിയൻ റിങ്സും ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2 സൈഡും ഫ്രൈ ആകുമ്പോഴേക്കും കോരി മാറ്റാം. ഇതുപോലെ ബാക്കി എല്ലാ ഓണിയൻ റിങ്ങും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ഓണിയൻ റിങ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.